ഗൈസ്, എല്ലാവർക്കും ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രൈവിങ്ങിലാണ് ഇൻട്രോ എടുത്തത്. വേറെ ഒന്നുമല്ല, തീരെ ടൈമില്ല. നമ്മളൊരു വണ്ടി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സെന്നാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒരു അബണ്ടൻ കാർ എന്ന് തന്നെ പറയാം അല്ലേ. അപ്പം ആ ഒരു രീതിയിൽ ഒഴിവാക്കിയിട്ട വണ്ടിയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ പോയി നോക്കിയിട്ട് അത് എടുക്കാൻ കഴിയുമെങ്കിൽ അത് എടുക്കണം. എന്തായാലും പോയി നോക്കാട്ടോ. വണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ തമ്മിലൊക്കെ കണ്ടു കാണല്ലോ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം മോഡൊക്കെ ചെയ്ത് നല്ല സെറ്റ് വണ്ടിയാണ് കേട്ടോ. അപ്പം അതങ്ങനെ അബണ്ടന്റ് ആയിട്ട് കിടക്കുന്ന കണ്ടപ്പം ഒരു സങ്കടം. അപ്പം ഞങ്ങൾ അതിൻ്റെ അത് ഒരു വർക്ക്ഷോപ്പിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പം അതിന് മുതലാളിയോട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആ വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ട് പോകുന്നതാണ് ഞങ്ങൾ. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് എണ്ണ അടിക്കണം. കാരണം എണ്ണ ഉണ്ടാവില്ല മിക്കവാറും. അപ്പം പമ്പിലെത്തി കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയുള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പം എണ്ണ അടിച്ചിട്ട് കാണാം. ഗൈസ്, നമ്മൾ പമ്പിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, നമ്മൾ 300 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണ് കേട്ടോ. അപ്പം എണ്ണ ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ AC പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ ഇങ്ങനെ വേർക്കണത്. ഗൈസ്, നമ്മൾ എണ്ണയൊക്കെ അടിച്ച് പോവാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് കൂടിയേ ഉള്ളൂ. കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വണ്ടി സൈഡിൽ തന്നെ, റോഡ് സൈഡിൽ തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. അത് നമുക്ക് കാണാൻ പറ്റും. ഇതാ അപ്പുറത്ത് കിടക്കുന്ന ആ സെന്ന് കണ്ടോ, അതാണ് കേട്ടോ വണ്ടി. അപ്പം അത് അത്യാവശ്യം നല്ല അടിപൊളി വണ്ടി. ഞാൻ ഗ്ലാസ് കാട്ടിട്ട് കാണിച്ചു തരാം. വണ്ടിയൊക്കെ സെറ്റാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം മോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് വണ്ടിയുടെ അടുത്ത് പോയി നോക്കാം. പിന്നെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പോയി നോക്കാം എന്തായാലും. ഗൈസ്, ഇതാണ് കേട്ടോ വണ്ടി. അപ്പം വണ്ടിയുടെ മുതലാളി ഇതാണ്. നിങ്ങളെ പേര് പറഞ്ഞോളി അല്ലേ? നികേഷ്. അപ്പോൾ ആളുടെയാണ് കേട്ടോ വണ്ടി. ആളാണ് ഈ രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്തത്. അപ്പം ഞങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ആൾ ഈ ഒരു വണ്ടി ഏകദേശം കച്ചവടം ആയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കൂടുതൽ റിപ്ലൈയും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ജസ്റ്റ് വന്നിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് പോയി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ആളൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ട്, അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടേ വേണോ വേണ്ട എന്നുള്ളത് നോക്കിയിട്ട് പറയാമെന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ വണ്ടിയുടെ കുറച്ച് കാലം ഓടാണ്ട് നിർത്തിയിട്ടതിൻ്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ ബാക്ക് ബമ്പറൊക്കെ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ യുണീക്കായിട്ടാണ് ചെയ്തത്. അതായത് സാധാരണ സെന്നിന് വരുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്കേർട്ടൊന്നും അല്ല, വേറൊരു ടൈപ്പ് സ്കേർട്ട് മൂപ്പര് തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. ആൾക്കൊരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പം അവിടെ നിന്നാണ് ആൾ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് എടുപ്പിച്ച് ഇറക്കിയത് ഈ ഒരു വണ്ടി. ഇപ്പം ഫുഡിലേക്കൊക്കെ നോക്കാൻ നേരത്തെ ഇവിടെ സ്കൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ സ്കൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ നോക്കിയേ ഒരു ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇത് യുണീക്കായിട്ടുള്ള ഫോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇവിടെ നിർത്തിയിട്ട് അലമ്പായതാണ് കേട്ടോ വണ്ടി. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഇവിടെയൊക്കെ നിർത്തിയിട്ട് അലമ്പായതാണ്. അപ്പം ഗ്രില്ല് ഒരു മെഷ്ഡ് ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. ഹെഡ് ലാമ്പൊക്കെ കൂൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പൊളി ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി. വീൽസൊക്കെ കണ്ടോ, നമുക്ക് പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്ന ടൈപ്പ്. സൈസ് നോക്കാൻ നേരത്ത് ഇത് സൈസ് 65/65R13 13 ഇഞ്ച് വീൽസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പോയിലറും കാര്യങ്ങളൊക്കെ നോക്കിയേ, അടിപൊളി സ്പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈ ഡോറും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. കണ്ടോ, അടിപൊളി. ഇത് വേറെ ഫ്ലൈ ഡോറിന് കിറ്റും കാര്യങ്ങളൊന്നും വെച്ചതല്ല കേട്ടോ. മൂപ്പര് തന്നെ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഈ വണ്ടിയുടെ ഫ്ലൈ ഡോറ്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫെൻഡറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്ലൈ ഡോർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഗൈസ്, എന്താ പറയുക, വണ്ടി എടുക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അഡ്വാൻസ് കൊടുത്ത് പോയിട്ടുള്ള അവരുടെ വിവരം എന്താണെന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുകയില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നല്ല ഒരു അടാറ് മുതലായിരിക്കും. ഒന്ന് പണിയെടുപ്പിച്ച് ഇറക്കി കഴിഞ്ഞാലേ സെറ്റ് വണ്ടി ആയിരിക്കും കേട്ടോ വണ്ടി. അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടിയൊക്കെ നോക്കി നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. നമുക്ക് എന്താ അറിയില്ല, വിവരം അറിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം വണ്ടി എടുക്കണോ വേണ്ടതെന്നുള്ളത്. അല്ല, നമുക്ക് തീരുമാനിക്കാതല്ല, ആള് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ റിട്ടേൺ വന്നു. വണ്ടി കിട്ടിയാൽ പൊളിക്കും, പക്ഷേ കിട്ടണം. മറ്റേ ഒരു അഡ്വാൻസ് കൊടുത്ത് ഓരോ സ്ഥിതി എന്താണെന്നുള്ളത് അറിയില്ല. മുമ്പ് വിളിച്ചിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഓരോ വിളിച്ചു നോക്കിയിട്ടെ, അവർക്ക് വേണ്ടെങ്കിൽ എന്നെ വിളിക്കും. അപ്പം നമുക്ക് വണ്ടി സെറ്റാക്കാം. കയ്യിൽ 5 പൈസ ഇല്ല, എന്നാലും എവിടുത്തേലൊക്കെ റോൾ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ.
എന്തായാലും റോൾ ചെയ്യാൻ പറ്റിയെങ്കിൽ ആ വണ്ടി നമ്മൾ എടുക്കും ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് ആ സെന്നെ പോയി നോക്കിയിട്ട് വില പറയാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്, പക്ഷെ നടന്നില്ല. അപ്പം പിന്നെ കുറേ പേര് അതായത് നമ്മൾ ഇപ്പം ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിച്ചോട്ടോ എന്താ വീഡിയോ ഇടാഞ്ഞേ എന്നൊക്കെ. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം പോലും വീഡിയോ ഇടാണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം അല്ലേ, വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പം അങ്ങനെ ചോദിക്കുന്നവർ അത്രയും, അതായത് ഒരു പറയാനായിട്ട് കഥ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, അതായിട്ടില്ല. നമ്മുടെ ചാനൽ അതിന് പറ്റിയ ഒരു ലെവലിൽ എത്തുമ്പം എന്താ സ്റ്റോറി എന്നുള്ളത് ഞാൻ പറയും കേട്ടോ. കാരണം അത്ര ഒരു 5 വർഷത്തെ തോൽവിക്ക് ശേഷം ഇപ്പോഴാണൊന്ന് ജയിച്ച് തുടങ്ങിയത് എന്ന് വേണം പറയാൻ. അത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ മതിയാവില്ല, അതിനായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത്. നിങ്ങളങ്ങനെ എന്താ പറയുക, നമ്മുടെ ഒരു നിങ്ങളുടെ കുറേ എന്താ പറയുക ലൈഫിലെ കുറേ കാര്യങ്ങൾക്കിടയിൽ നമ്മളെ ആലോചിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ട്രിപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിലും. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എന്താ ചെയ്യാത്തതെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ട്രിപ്പ് നമ്മൾ അടുത്ത മാസം എന്തായാലും ഒരു 10-ാം തീയതിക്ക് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ പ്ലാൻ വെച്ചിരിക്കുന്നത്. അപ്പം അടുത്ത മാസം 10-ാം തീയതിക്ക് ശേഷം നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സിംഗപ്പൂർ വരെ ആണ് നമ്മളെ ഫസ്റ്റ് സ്ട്രെച്ച് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അങ്ങോട്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടു. അതായത് നമുക്ക് വിസയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പം അതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയില്ല, അത് അറിഞ്ഞിട്ടേ ബാക്കിയുള്ളത് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. ഏതായാലും നമ്മുടെ ട്രിപ്പ് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന കൺട്രീസിൽ എന്തായാലും നമ്മൾ പോയി 26 രാജ്യങ്ങളാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ അതിൽ കുറവായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം, എന്താ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പോകുക കേട്ടോ. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നമ്മുടെ ആഗ്രഹം പോലെ നമ്മൾ ആഗ്രഹിച്ച എല്ലാ സ്ഥലത്തും പോകാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ട് അതേപോലെ തരിക. പിന്നെന്താ, ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ എന്തായാലും ഇതുവരെ ചെയ്തിട്ടുള്ള സപ്പോർട്ട് ഇവിടുന്ന് അങ്ങോട്ടും നല്ല കട്ടയ്ക്ക് തരിക. വളരെയധികം സന്തോഷമുണ്ട്. കാരണം അതുപോലുള്ള ഓരോ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അപ്പം ആ സപ്പോർട്ട് ഇവിടുന്ന് അങ്ങോട്ടും നല്ല രീതിക്ക് തന്നെ തരിക. അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. എന്തായാലും ഷെയർ ചെയ്യാൻ ഞാൻ പറയില്ല, കാരണം ഷെയർ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് ബൈ.